എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, ഡൈസ്, വയസ്സ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക്ക് നായകനായ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ബൾട്ടി. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. തമിഴ് ഭാഷയിലും സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ നവംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രൈവറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ് മീനാക്ഷിയാണ് പ്രൈവറ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു എവറേജ് മൂവിയാണ്. ഇപ്പോഴത്തെ മനോരമ മാക്സിൽ പ്രൈവറ്റിൻ്റെ കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. അടുത്ത വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് എന്ന് സ്വന്തം പുണ്യാളൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് ഈ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ പെറ്റ് ഡിറ്റക്റ്റീവ് നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത വീക്കായിരിക്കും പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഡൊമിനിക്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതുവരെ സിനിമയുടെ OTT വന്നിട്ടില്ല. OTT ആരും വാങ്ങുന്നില്ലെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചുവെന്ന റിപ്പോർട്ടാണ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ അടുത്ത വീക്കായിരിക്കും ഡൊമിനിക് സിനിമ OTTയിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിഷ്ണു വിശാലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആര്യൻ. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ആണ് ആര്യൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം 28-നാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് ഇന്നസെൻ്റ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അനാർക്കലി മാരാറടക്കം ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ഇന്നസെൻറ്റിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തമ്മ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക നായിക സിനിമയാണ് തമ്മ. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 2-നാണ് സിനിമയുടെ റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രണവ് മോഹൻലാൽ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡൈസ്. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 50 കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമ നേടിക്കഴിഞ്ഞു. നല്ലൊരു ഹൊറർ സിനിമയായിരുന്നു ഡൈസ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഡൈസ് സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും OTT റിലീസ് എന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. പ്രണവ് മോഹൻലാൽ മികച്ച അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വീക്കായിരിക്കും ഡൈസ് സിനിമയുടെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ വീക്ക് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.